നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി മാനുഫാക്ചേഴ്സ് മിഡ് ക്യാപ് നിഫ്റ്റി ക്രൂഡ് ഓയിൽ പ്ലസ് NG അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളെ ഹോളിഡേ ആണ്, മറ്റന്നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. സോ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാൻ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി മാർക്കറ്റ് നാളെ അല്ല, മറ്റന്നാൾ ഓപ്പൺ ആണ്. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. നമ്മുടെ ഫസ്റ്റ് ക്രൂഡ് ഓയിൽ ഇത്രയാണ്. അന്ന് ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്ത ഇതുപോലെ തന്നെയാണ്, ഒരു ചേഞ്ചസ് ഒന്നും എടുത്തില്ല. ക്രൂഡ് ഓയിലിൻ്റെ ABC സ്ട്രക്ചറാണ്, റൈറ്റ്. സോ ABC ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. ഞാൻ പറഞ്ഞത് സിയുടെ മുകളിൽ നേരെ ഫോൾ A, ഇത് മുകളിലേക്ക് പോയ B, ആൻഡ് സിയുടെ അകത്താണ്. സിയുടെ 1 2 3 5 സ്ട്രക്ചർ കംപ്ലീറ്റ് ആവണം, ബട്ട് കൺസൾട്ടേഷൻ കാണാം. ഇനി സിയിൽ ഇതല്ല, ക്രൂഡിൽ നെക്സ്റ്റ് സപ്പോർട്ട് ഈ 50% ആണ്. ഓക്കെ, ബുള്ളിഷ്നെസ് ക്രൂഡിൽ ആസ് സ്കാൽപ്പ് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ അബവാണ് ബുള്ളിഷ്നെസ്. ഓക്കെ, ഈ ഫിബനാച്ചി ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. സോ ഇത്ര ലെവൽസാണ് ക്രൂഡ് ഓയിൽ. ഇത് ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടി വരുന്നുണ്ട്, അല്ല അതിൻ്റെ ബ്രേക്ക് ഡൗൺ കൂടിയാണ്. ഇത് അവോയ്ഡ് ചെയ്യുക കേട്ടോ, നോക്കണം. സോ ക്രൂഡ് ഓയിൽ ഈ 1 hour ചാർട്ടിൽ ഇതാണ് ബുള്ളിഷ്നെസ്. ഓവറോൾ ബിഗർ ടൈം ഫ്രെയിം ബുള്ളിഷ്നെസ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ മാത്രം മുകളിൽ നിന്ന് വരുന്ന ട്രെൻഡ് ലൈൻ. ട്രാങ്കിൾ ഇപ്പോൾ കാണുന്നില്ല, ഞാനൊരു ട്രാങ്കിൾ വരുമായിരിക്കും. ട്രാങ്കിൾ ഇല്ല. സോ ക്രൂഡ് ഓയിൽ ഈ ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ടൈം. സ്മോൾ ടൈം ഫ്രെയിം വന്ന് നോക്കുക. ക്രൂഡ് ഓയിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ക്രൂഡ് ഓയിൽ മുകളിലേക്ക് പോയിരുന്നു 1 2 3 4 5 ആൻഡ് ഇത് ബിലോ 81.2%. സോ ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഐ തിങ്ക് വലിയ മൂവ് ഒന്നുമില്ല. സ്മോൾ ടൈം ഫ്രെയിമിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബൗൺസ് വരുന്നുണ്ട്. ബുള്ളിഷ്നെസ് ഇതിൻ്റെ ബൗണ്ട് ആവുള്ളൂ, അല്ലാണ്ട് ഇത് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. റെസിസ്റ്റൻസ് ഐ തിങ്ക് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഏരിയ, ഈ ഒരു ഗ്യാപ്പ് ഏരിയ ആയിരിക്കും. ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ മുകളിലേക്ക് നോക്കാവുള്ളൂ. നമുക്ക് ഈ ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആവാൻ ചാൻസസ് ഉണ്ട്. NG ലാസ്റ്റ് നമ്മുടെ ഇതാണ്, സ്റ്റിൽ അത് തന്നെയാണ് NG. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ലാസ്റ്റ് 2-3 വീഡിയോ റെഗുലർ കണ്ടില്ലെങ്കിൽ കാണുന്നു. സോ സ്റ്റിൽ അത് തന്നെയാണ്. ഇതിനകത്ത് വേറെ ചേഞ്ചസ് ഇതിനകത്ത് എനിക്ക് പറയാനൊന്നുമില്ല. NGയിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ മാത്രമേ നമുക്ക് നോക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെയാണ് NGയുടെ ഓവറോൾ സ്ട്രക്ചർ, റൈറ്റ്. കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് തരാനില്ല. നിഫ്റ്റി കിടക്കാം നമുക്ക്. നിഫ്റ്റിയാണ് നമ്മുടെ മേജർ, റൈറ്റ്. നിഫ്റ്റിയിൽ ഭയങ്കര തലവേദനയായി കിടക്കുന്നത്. അല്ല, ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ഇന്നലെ വീഡിയോ ഉണ്ടാക്കിയില്ല, കാരണം ബിസി ആയിരുന്നു. ഇന്നലെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നുകൊണ്ട് ഉണ്ടാക്കാൻ ഉണ്ടായില്ല. ബട്ട് യെസ്, ഗ്യാപ്പ് അപ്പ് ഇതിൻ്റെ ഈ ഗ്യാപ്പിൻ്റെ അബവ് ക്ലോസിങ് ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഗ്യാപ്പ് ഫിൽ ചെയ്തു ആൻഡ് പ്രൈസ് സ്റ്റിൽ ഇത് ഉണ്ടാവും. ആൻഡ് ഗ്യാപ്പ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഗ്യാപ്പ് ഏതാ പറയുന്നത്? നമുക്ക് ഡെയിൽ ടൈം ഫ്രെയിമിൽ ഗ്യാപ്പ് 2-3 പേരുടെ അടുത്ത് ചോദിച്ചു ഗ്യാപ്പിൻ്റെ തിയറി എന്താണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്യാപ്പിൻ്റെ തിയറി ഫസ്റ്റ് ഞാൻ പറയട്ടെ. ഗ്യാപ്പിൻ്റെ തിയറി എപ്പോഴും ലാസ്റ്റ് ഇലിയറ്റ് വേസ് തിയറിയിൽ പഠിക്കാവുള്ളൂ. ഓക്കെ, ലാസ്റ്റ് പഠിക്കണം. ഈ സ്റ്റാർട്ടിങ്ങിൽ അത് പഠിച്ചിട്ട് കാര്യമില്ല. മീൻസ് അങ്ങനെയല്ല, ഈസിയാണ്, ബട്ട് അത് ലാസ്റ്റത്തെ ചാപ്റ്ററാണ്. ബട്ട് യെസ്, എനിക്ക് പറയാൻ ഒരു മടിയൊന്നുമില്ല, ബട്ട് ഞാൻ പറഞ്ഞേക്കാം. വലിയ ഇതൊന്നുമില്ല, ഇഷ്യൂ ഇല്ല. പറയാനുള്ളത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് വേവ് എടുക്കുക. 1 2 3 4 and 5. ഓക്കെ, ഈ 5 വേവ്സ് ആണ്. 5 വേവ്സിൽ ഗ്യാപ്പിൻ്റെ വാല്യൂ എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഗ്യാപ്പ് വരുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ഇതിൻ്റെ ഗ്യാപ്പ് വരും. ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആയി സെക്കൻഡ് ഫോൾ വന്നു, തേർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തേർഡിൻ്റെ വേവിൻ്റെ ഗ്യാപ്പ് മസ്റ്റായിട്ട് വരണം. മസ്റ്റാണ് ഞാൻ പറയുന്നത്, മസ്റ്റായിട്ട് വരണം തേർഡ് വേവിൻ്റെ ഗ്യാപ്പ്. 15 minutes ടൈം ഫ്രെയിമിൽ 1 hour and 1 day. 50 minutes ടൈം വരാം, ബട്ട് പവർഫുൾ ഏതാണ് 1 day and 1 hour ടൈം ഫ്രെയിമിൽ. ഓക്കെ, അങ്ങനെയാണ് ലിറ്ററേച്ചർ. സോ ഗ്യാപ്പ്, സപ്പോസ് ഇവിടെ ഗ്യാപ്പ് വന്നു, പിന്നെ നെക്സ്റ്റ് വേറെ ഒരു ഗ്യാപ്പ് വന്നു, അങ്ങനെ ഗ്യാപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായി? ഇങ്ങനെ തേർഡ് വേവിലാണ് മോസ്റ്റ്ലി ഇങ്ങനെ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കും. 1 2 3 4 5 ഗ്യാപ്പ്. ആ ഗ്യാപ്പ് ഈ തേർഡ് വേവ് ഓർ ഫോർത്ത് വേവ് ഫില്ല് ചെയ്യാൻ പാടില്ല. മീൻസ് കുറച്ചൊക്കെ ഫില്ല് ചെയ്യും. ഫോർത്ത് റീട്രേസ്മെൻറ്റ് കുറച്ചൊക്കെ ഫില്ല് ചെയ്യും. ബട്ട് ഓവറോൾ ഈ വരുന്ന ഇത് കണ്ടോ 1 2 3 4 5 അങ്ങനെ ഗ്യാപ്പ് തേർഡ് വരും. ബട്ട് അത് ഫില്ല് ചെയ്യാൻ പാടില്ല, അതാണ് റൂൾ. ഓക്കെ, ഫോർത്തിൻ്റെ റീട്രേസ്മെൻറ്റ്, അത് റീട്രേസ്മെൻറ്റ് ആയിരിക്കും. പിന്നെ ഫിഫ്ത്തിൻ്റെ ഗ്യാപ്പ്, ഫിഫ്ത്ത് ആയിരിക്കും നമ്മുടെ 5th ഡിഗ്രി. പിന്നെ ഫിഫ്ത്ത് വേവ് ഉണ്ടല്ലോ, അതിനകത്ത് ഗ്യാപ്പ് വരും. ഓക്കെ, അതിൻ്റെ ഗ്യാപ്പ് ഇതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. 5th വേവിൻ്റെ ഗ്യാപ്പ് ഇത് ഞാൻ റെഡാക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. 5th വേവിൻ്റെ ഗ്യാപ്പ്. 5th വേവിൻ്റെ ഗ്യാപ്പ് എന്ത് വരുന്നു? ഫോർത്ത് കംപ്ലീറ്റ് ആയി പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 5th ഗ്യാപ്സ് വരും. 5th ഗ്യാപ്പ് നമുക്ക് എന്ത് പറഞ്ഞു തരും? ദാറ്റ് മീൻസ് പ്രൈസ് വീക്ക്നെസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് 2-3 ഗ്യാപ്പ് എന്താ വന്ന് അത് വീക്ക്നെസ് അല്ല, ദാറ്റ് മീൻസ് പ്രൈസ് ട്രാപ്പ് ചെയ്യാനുള്ള ഇതിലേക്ക് റെഡിയാണ്. ഓക്കെ, പ്രൈസ് ട്രാപ്പ് ചെയ്യാനുള്ള ഇത് റെഡിയാണ്.
ഇത് മീൻസ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ദറ്റ് മീൻസ് കം ഇനി ബുളിഷാണ്. ഇതാണ് അവരുടെ ഒരു ഇത് ഫിഫ്ത്തിൻ്റെ. പിന്നെ ഇത് ഫിഫ്ത്തിൻ്റെ ഗ്യാപ്പ് സഡൻ ഫിൽ ചെയ്യണം. സോ ഫസ്റ്റ് ഗ്യാപ്പ്, സെക്കൻഡ് ഗ്യാപ്പ് ആൻഡ് ഈ വരുന്ന ഓരോരോ ഗ്യാപ്പ് അത് സഡൻ ഫില്ല് ചെയ്യും. താഴേക്ക് വരാനെടുത്ത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് പ്രൈസ് താഴേക്ക് വരുന്നു, ഫില്ല് ചെയ്യുന്നു ആൻഡ് ഫിൽ ചെയ്തിട്ട് അതിൻ്റെ ബിലോ ക്ലോസിങ് തരുവാണെങ്കിൽ ദാറ്റ് മീൻസ് സൈൻ ഓഫ് വീക്ക്നെസ് ടോപ്പ് ഔട്ടായി അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല, സൈൻ ഓഫ് വീക്ക്നെസ് ആണ്. സോ ഈ ഫുള്ള് ഗ്യാപ്പ് എത്രയാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാം പ്രൈസ് റിവേഴ്സ് ആയി. ആൻഡ് ഈ ഫോർത്തിൻ്റെ ഫോർത്തിൻ്റെ ഈ ലോ ബ്രേക്ക് ചെയ്യണം. ഈ ലോ ബ്രേക്ക് അപ്പോഴേ പറയാൻ പറ്റും ദാറ്റ് മീൻസ് പ്രൈസ് ടോപ്പ് ഔട്ടായി. ഈ ഗ്യാപ്സ് ഫിൽ ചെയ്ത് ബിലോ ക്ലോസിങ് വരികയാണെങ്കിൽ സൈൻ ഓഫ് ടോപ്പ് ഔട്ട്, ദാറ്റ് മീൻസ് പ്രൈസ് റിവേഴ്സൽ എടുക്കാനുള്ള ചാൻസ്. ബട്ട് ഫോർത്തിൻ്റെ ഇത് ബ്രേക്ക് ആകുമ്പോഴത്തേക്കാണ് നമുക്ക് പറയും യെസ് കൺഫർമേഷനായി. ഓക്കെ, അതാണ് ഡിഫറൻസ്. അത് ജസ്റ്റ് ഒരു ലേണിംഗ് പർപ്പസ് ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. ഇത് എല്ലാം കൂടി പിന്നെ നമുക്ക് ഫുള്ള് വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഇതിനകത്തൊക്കെ ടൈം ഉണ്ട്, നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതിലുള്ളൂ. 2-3 പേര് എന്നോട് ചോദിച്ചായിരുന്നു. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല, അതിപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല. സോ ഇത് തന്നെയാണ് ഇപ്പോൾ സിറ്റുവേഷൻ. ഇനി നമുക്ക് വേഗം എന്ത് ചെയ്യുക, ഈ ഒരു ബിഗർ ടൈം ഫ്രെയിം അനാലിസിസ് നടക്കാം. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ഇപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞാൽ ABCയുടെ സ്ട്രക്ചറിൽ 4 വരുന്നുണ്ട്. ബട്ട് ഇത് സിയുടെ ഫോളാണ് വരുന്നത്. സിയുടെ ഫോളിൻ്റെ അകത്ത് എനിക്ക് ഡൗട്ട് ഉണ്ട്, ക്ലിയർ അല്ല. ഞാൻ വീണ്ടും പറയാം, ഇത് പ്രൈസ് ABC ആയിട്ട് എങ്ങനെ വരുന്നുണ്ടല്ലോ. സോ മേ ബി ഇത് 2, ഇത് 3, ഓക്കെ, ഫോർത്തിൻ്റെ ബൗൺസ് വരുന്നുണ്ടോ ആൻഡ് ദെൻ വീണ്ടും ഫിഫ്ത്തിൻ്റെ ഫോൾ വരുമോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ക്ലിയർ അല്ല. ഞാൻ ഒന്നുകൂടി സ്ട്രക്ചർ പറയാം. ഇതിൻ്റെ ഫുൾ അനാലിസിസ് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ബാക്കപ്പ് ചാനലുണ്ടല്ലോ അവിടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. എനിക്ക് ഇത് A, ഇത് B, ഇത് ഫുൾ C ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ABCയുടെ സ്ട്രക്ചർ ആണ് നമുക്കിപ്പോൾ ഇത് തോന്നുന്നത്. മാർക്കറ്റ് സ്ട്രക്ചർ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഫുൾ അനാലിസിസ് വീഡിയോ ഞാൻ ബാക്കപ്പ് ചാനലിൽ ഷെയർ ചെയ്യാം. പ്ലീസ് എല്ലാവരും ബാക്കപ്പ് ചാനലിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ പിൻ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് പിൻ ചെയ്തേക്കാം അതിൻ്റെ ആ ഒരു ലിങ്ക്. ഓക്കെ, സോ എല്ലാവരും കൂടി മസ്റ്റായിട്ട് ഇത് ചെയ്യുക. സോ ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ഞാൻ പറയുന്നത്, മീൻസ് ഇതിൻ്റെ സിയുടെ അകത്താണ് ഈ സ്ട്രക്ചർ നടക്കുന്നത്. സോ അതിൻ്റെ സിയുടെ 1, 2, 3 and 4 and then 5th മേ ബി വരാൻ ചാൻസസ് ഉണ്ടാവും. മേ ബി ഇത് ബിഗർ ടൈം ഫ്രെയിമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗ്യാപ്പ് തൊറി ഇവിടെ ഭയങ്കര വാല്യൂബിൾ ആയിപ്പോയി. ഈ ഒരു ഏരിയയിൽ ഗ്യാപ്പ് തൊറി ഭയങ്കര വാല്യൂബിൾ ആണെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഗ്യാപ്പ് തിയറി. സോ അത് തേർഡിൻ്റെ ആണോ, ഇത് തേർഡിൻ്റെ ആണോ, ഫിഫ്ത്തിൻ്റെ ആണോ? സോ അതാണ് നമുക്കിപ്പോൾ ഒരു ചെറിയ എനിക്കൊരു കൺഫ്യൂഷൻ. ക്ലിയർ നമുക്ക് പറയാൻ പറ്റത്തില്ല, ക്ലിയർ അല്ല. സോ ജസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ഞാൻ നല്ല പറയുന്നത്. സോ കൺഫർമേഷൻ എപ്പോഴും കിട്ടും ഇതിൻ്റെ അബവ് ക്ലോസിങ്. ഈ ഒരു ഗ്യാപ്പിൻ്റെ അബവ് ക്ലോസിങ് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ 23,625. സോ കുറച്ചുകൂടി ബെറ്റർ കൺഫർമേഷൻ കിട്ടും. ഓവറോൾ നമ്മളിത് നോക്കുവാണെങ്കിൽ 1, 2, 3 ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ. സോ ഇതിൻ്റെ ബൗൺസ് എത്രയാണ്? ഇത് 2 ആണെങ്കിൽ എത്ര? ഓൾമോസ്റ്റ് 6.80%, 7%. സോ 7% ബൗൺസ് ഇവിടെ വരുവാണെങ്കിൽ അപ്പോഴും സ്റ്റിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. മാർക്കറ്റ് ഇത് എത്ര? ഇത് അവിടെ ഒരു ഇത് കണ്ട, ഈ ഒരു ഏരിയ കണ്ട. സോ 23,000. സോ അവിടെ വരെ ബൗൺസ് തരുവാണെങ്കിൽ പ്രൈസ് സ്ലോ ബൗൺസ് ആയിരിക്കുള്ളൂ, ഇതൊന്നുമില്ല. സോ ടൈം പാസ് സ്ലോ ബൗൺസിങ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് പ്രൈസ് ക്ലോസ് ചെയ്തിട്ട് ഫോർത്തിൻ്റെ ആണോ 4 ആണോ C ഇവിടെ തീർന്നോ എങ്ങനെ കൺഫർമേഷൻ നമുക്കില്ല. സോ ഇതിൻ്റെ അബവ് പ്രൈസ് ക്ലോസിങ് തരുവാണ് 24,300 or 500 അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റും ഇത് ബോട്ടം ഔട്ടായി. അല്ലെങ്കിൽ അവിടെ വരെ നമുക്ക് ടെൻഷൻ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് പ്രൈസ് കൺസൾട്ടേഷൻ ഇൻ സ്ലോ ബൗൺസ് ആണ്. ആൻഡ് ഇത് 4 ഇവിടെ വീണ്ടും 15 4 മനസ്സിലാക്കുക. 3 കൺഫ്യൂസ് ചെയ്യണം, ക്ലിയർ അല്ല, സ്ട്രക്ചർ കൺഫ്യൂസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബട്ട് ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബോത്ത് സിനാരിയോ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. കാരണം വെച്ചാൽ ഇത് 1, ഇത് 2, ഇത് ഫുൾ 3. സോ അങ്ങനെയാണെങ്കിൽ ഇത് 4. ഈ ഒരു റേഞ്ച് ഇതാണ് ഡിസൈഡ് ചെയ്യുന്ന റേഞ്ച്. ഓക്കെ, 24,500 കൂട്ടിക്കോ, ബിഗർ ടൈം ഫ്രെയിമാണ് തോന്നിയത്. സോ അവിടെ വരെയൊക്കെ സേഫാണ്. ഓക്കെ, ബൗൺസ് വരുന്നുണ്ട്. ആൻഡ് ദെൻ അവിടെ റിജക്ഷൻ എടുത്ത് പ്രൈസ് തിരിച്ച് വരികയാണെങ്കിൽ മേ ബി 5th ഫെയിലിയർ ആവാം. അങ്ങനെയും ചാൻസസ് ഉണ്ട്. 5th ഫെയിലിയർ ആണോ, ബാഡ് ന്യൂസസ് ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, ഇവിടെ വരല്ലോ ഓർ എത്രയല്ലോ, അതാണ് നമുക്ക് നോക്കാം. പിന്നെ ആ ഒരു സമയത്ത് റൂൾ ഓഫ് ഇക്വാലിറ്റി യൂസ് ചെയ്യണം. ഓക്കെ, റൂൾ ഓഫ് ഇക്വാലിറ്റി പ്രൈസ് മിനിമം 4th ഫോൾ വരികയാണെങ്കിൽ എത്ര
ഇത് 6% ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ദെൻ ഇവിടെ നിന്ന് താഴേക്ക് വരുന്നത് കണ്ട, മനസ്സിലാവുന്നുണ്ടോ? ഓർ ഇൻ കേസ് ഈ ഫുൾ പഠിച്ച ഇലിറ്റ് വി പഠിച്ച ആളുകൾ മാത്രമേ അവർക്ക് മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും കൂടി കൺഫ്യൂഷൻ ആയിരിക്കുള്ളൂ കേട്ടോ. ഓർ ഇൻ കേസ് തേർഡിൻ്റെ ഒപ്പമാണെങ്കിൽ ഫിഫ്ത്തിൻ്റെ ഫോൾ, ഞാൻ അതുകൊണ്ട് ഇവിടെ ക്ലിയർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ചെറിയ മടിയായിരുന്നു, മറ്റു ചാനലിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, അവിടെ കുറച്ച് പേരേ ഉള്ളൂ. ഓർ ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡീപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും, മനസ്സിലായോ? സോ ബോത്ത് സിനാരിയോ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. റൂൾ ഓഫ് ഇക്വാലിറ്റി ഇവിടെ യൂസ് ചെയ്യണം. ഇപ്പോൾ ബൗൺസ് വരുന്നുണ്ട്, ബൗൺസ് ഓൺ ഗോയിങ്. ഇപ്പോൾ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു റേഷ്യോയിൽ എവിടെയെങ്കിലും ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിലിംഗ് അസും യൂസ് ചെയ്യുക. അവിടെ വരുന്നത് ഇതിൻ്റെ അബവ് ക്ലോസ് ചെയ്യുന്നുണ്ടോ അത് നോക്കണം ആദ്യം. ഫസ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് ഇതാണ്, ഇതിൻ്റെ അബവ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഫർദർ അവിടെ വരാൻ പോകും. ഓക്കെ, സോ ഇതെല്ലാം കൂടി നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. റിസ്ക്കിയാണ്, ടഫാണ്, റൈറ്റ്? ഇനി വേഗം നമുക്ക് സ്മോൾ ടൈം ഫ്രെയിം വരിക. സ്മോൾ ടൈം ഫ്രെയിം ഞാൻ ഇപ്പോൾ സ്ട്രക്ചർ റീഡ് ചെയ്യുന്നത് ABC-യുടെ ഇത് കണ്ടോ, ബൗൺസ് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്, കണ്ട ഞാൻ A, B ആൻഡ് സിയുടെ ഓൺ ഗോയിങ് സ്ട്രക്ചറാണ് ഇപ്പോൾ ഇത് ഉള്ളത്, റൈറ്റ്? ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യും. സോ സിയുടെ അകത്ത് പ്രൈസ് എക്സ്റ്റൻഷനാണോ ഇല്ല എന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിങ്ങനെ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഡേ ഓപ്പണിംഗ് ഇങ്ങനെ നോക്കുക. കണ്ട പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എടുക്കുക, ഇതിങ്ങനെ ചാനലിലാണ് ഇപ്പോൾ ഉള്ളത്. സോ സിയുടെ അകത്ത് ഇതിങ്ങനെ ഒരു ചാനലാണ് പ്രൈസ് തോന്നുന്നത്, കണ്ട. സോ A, B ആൻഡ് സിയുടെ അകത്തുള്ള മൂവ്സാണ് ഇത് പോയിരിക്കുന്നത്. 1 2 3 4 5 മേ ബി എക്സ്റ്റൻഷനിൽ പോകാം. ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് ഓപ്പണിംഗ് എങ്ങനെയാണ് അതിന് നോക്കുക. സപ്പോസ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു വേണമെങ്കിൽ മുകളിലേക്ക് പ്ലേ ചെയ്യുക, ഇത് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ താഴേക്ക് പ്ലേ ചെയ്യുക. താഴത്തെ ലെവൽ ആ ഒരു സിനാരിയോയിൽ എന്തായിരിക്കും, ഫിബൊനാച്ചി ഇങ്ങനെ വെച്ചിരുന്നു. ഈ വരുന്ന ഫ്രൈഡേ ഓപ്പണിംഗ് എങ്ങനെയാണ് അത് നോക്കിയിട്ട് ഫ്ലാറ്റ് ടു ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഫിബൊനാച്ചി ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെ ഓപ്പണിംഗ് ആണെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ സപ്പോർട്ട് എടുത്ത് പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറും. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പ്രൈസ് ഈ ചാനലിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഈ ചാനൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നാൽ മതി കേട്ടോ, ഈ ഒരു ചാനൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യും. ബട്ട് മുകളിലെ ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ മാത്രമേ ഫോർത്ത് പൊസിഷൻ എത്തുന്നുണ്ടോ. ഈ ഒരു റെസിസ്റ്റൻസ് ക്ലിയർ ചെയ്യുക, നമ്മുടെ ഈ ഗ്യാപ്പ് തിയറി ഇവിടെ വരെ വരുന്നുണ്ട് കേട്ടോ. അതാണ് നോക്കുക. ഇൻട്രാഡേ പർപ്പസിൽ ഈസി അല്ല. ബിഗർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ, ബിഗർ ടൈം ഫ്രെയിമിൽ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ക്ലിയർ, കുറച്ചുകൂടി ബെറ്റർ. അതിലേക്ക് നമുക്ക് ഈസിയാണ്, ടഫൊന്നും ഇല്ല. അതിലേക്ക് നമുക്ക് പ്ലേ ചെയ്യാനാണ് കുറച്ചുകൂടി ബെറ്റർ. സോ ബിഗർ ടൈം ഫ്രെയിമിൽ നോക്കുക. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് കുറച്ചുകൂടി ബെറ്റർ. സ്മോൾ ടൈം ഫ്രെയിം നോക്കാൻ കഴിയില്ല, റൈറ്റ്? ഐ തിങ്ക് ഇത് ക്ലിയർ ആയി. എനിക്ക് ഇതിനകത്ത് ഇനി പറയാനില്ല. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ആൻഡ് വേഗം വീഡിയോ ആമ്പിൾ ഗേഴ്സ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ആണ് തന്നെ. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കും 1 2 3 4 5. യെസ്, ബാങ്ക് നിഫ്റ്റി ഡയറക്റ്റ് ഇവിടെ നിന്ന് കണ്ടോ 1 2 3 4 5 ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി പോയേക്കുന്നത്. ബട്ട് ഇൻ കേസ് തേർഡ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണോ, ഫോർ ദ വീക്ക്നെസ്, അല്ലെങ്കിൽ സംതിങ് എക്സ്റ്റൻഷൻ ആണോ എന്ന് നമുക്ക് പറയാനില്ല. ഓക്കെ, സോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് മാത്രമേ ഫർദർ വീക്ക്നെസ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു സിനാരിയോയിൽ എന്ത് ചെയ്യുക, ബാങ്ക് നിഫ്റ്റിയുടെ ഇത് ബോട്ടം ആണെങ്കിൽ പിന്നെ ഫിബൊനാച്ചി ഞാൻ നിഫ്റ്റിയിൽ വെച്ച പോലെ തന്നെ ഇങ്ങനെ വെച്ച് നോക്കുക. ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന യൂണിഫോം ലേണിംഗ് ആണ്, പഠിപ്പിക്കുക. ജസ്റ്റ് ഒരു ലെവൽസ് മാത്രമല്ല ഞാൻ ഇവിടെ തരുന്നത്. എലിറ്റ് വിസോറി എങ്ങനെ യൂസ് ചെയ്യുക, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അത് മസ്റ്റായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ചാനലിൽ ഒരിക്കലും ഇത് കിട്ടത്തില്ല, ലെവൽസ് കിട്ടത്തില്ല. എലിറ്റ് വിസോറി എങ്ങനെ യൂസ് ചെയ്യണം അതാണ് കിട്ടുള്ളൂ. സെൻസെക്സിലും അങ്ങനെ തന്നെ. മോസ്റ്റ്ലി ഇൻഡെക്സ് കണ്ട ചാനലിലാണ്, മോസ്റ്റ് ഇൻഡെക്സ് ചാനലിലാണ് കണ്ട. ഇതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ചാനലാണ്. ഇനിയും പ്രൈസ് മേ ബി ഞാൻ ഇപ്പോൾ കാണുന്ന ഫ്ലാറ്റ് ബാഡ് ന്യൂസ് വന്നില്ലെങ്കിൽ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഫ്രൈഡേ ഓപ്പണിംഗ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആവാം. ന്യൂസ് വന്നാൽ ക്യാപ് ഡൗൺ ആവും, അത്രേ ഉള്ളൂ. ന്യൂസിലാണ് ഡിപ്പെൻഡ് ഉള്ളൂ. കാരണം പ്രൈസ് കാണുന്നത് വേറെ എന്തുവാ, ചാർട്ട് കാണുന്നത് വേറെ എന്തെങ്കിലുമാണ്. ബട്ട് ഇനി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ. സെൻസെക്സ് നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് പോകും. നിഫ്റ്റി മിഡ് ക്യാപ്സിലൊക്കെ ലാസ്റ്റ് ഞാൻ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഷെയർ ചെയ്ത് ഒന്ന് വിട്ടത്. 38.20% അവിടെ നിന്ന് 50% ഇവിടെ നിന്ന് സിനാരിയോ സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് പ്രൈസ് മുകളിലേക്ക് കയറുന്നത്. സോ ഇതിൻ്റെ ലെവൽസ് പുറത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഇതൊക്കെ എല്ലാം ബിഗർ ടൈം ഫ്രെയിമിൽ ഇവിടെ നിന്ന് ബൗൺസാണ് തരുന്നത്. സോ ഇങ്ങനെ കയറുന്നുണ്ട് പ്രൈസ്, അങ്ങനെ പോട്ടെ. നിഫ്റ്റി മിഡ് ക്യാപ്സിലോട്ട് വലിയ മൂവ് ഇതിനകത്തൊന്നും ഇല്ല, അങ്ങനെ തന്നെയാണ് പോട്ടെ. യെസ്, ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തേക്കാം. ഇത് ഇവിടെ നിന്ന്
ഈ ലാസ്റ്റ് ഫോളിൻ്റെ ലെഗ് എടുക്കുക എന്ത് മാർക്ക് പെർഫെക്റ്റ്ലി 81.2 വെരി ഗുഡ്. സോ ഇനി ഇതിൻ്റെ ഒപ്പം മാത്രമേ ബുളിഷ്നെസ് ഉള്ളൂ. എപ്പോഴും നമുക്ക് പ്രൈസ് ബുളിഷ് ആയോ ഇല്ല എന്ന് നോക്കാനാണെങ്കിൽ റിജക്ഷൻ ഇത് പെർഫെക്റ്റ് ഇങ്ങനെ എടുക്കുക. ലാസ്റ്റ് ലെഗ് ഇലിയറ്റ് വേവിൻ്റെ നമ്മൾ കൗണ്ട് ചെയ്യുമല്ലോ ലാസ്റ്റ് ലെഗ്. ഇത് ഇവിടെ ലാസ്റ്റ് ലെഗ് അല്ല, ലാസ്റ്റ് ലെഗ് ഇതായിരിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ അപ്പോൾ പ്രൈസ് പോകണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ലെഗ് ഇതായിരിക്കുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ലാസ്റ്റ് ലെഗ് ഇതാണ് ആൻഡ് പെർഫെക്റ്റ്ലി പ്രൈസ് 81.0% അവിടെ നിന്ന് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. സോ ചാൻസസ് പ്രൈസ് താഴേക്ക് വന്ന് പിന്നെ മുകളിലേക്ക് കയറുള്ളൂ. ഓക്കെ, സോ സീനിയർ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.